ഹായ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വിൻറ്റേജ് കാർഡാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ ഇതിലുള്ള ഡ്രൈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കാർഡ് സ്റ്റോക്ക് പേപ്പറാണ് കേട്ടോ. ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പർ തന്നെയാണ്. നമ്മൾ ചാർട്ടൊക്കെ ഇല്ലേ, അതുപോലെ കുറച്ച് കട്ടിയുള്ളതാണ്. ബട്ട് ചാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വൈറ്റ് ഷെയ്ഡായിട്ട് കാണും. അപ്പോൾ നമ്മൾ ഈ കാർഡ് സ്റ്റോക്കിൽ അതുണ്ടാവില്ല. കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലൂ കളർ തന്നെ ആയിരിക്കും. അപ്പോൾ കുറച്ച് ക്വാളിറ്റി കൂടിയ പേപ്പറാണ്. 30 റുപ്പീസൊക്കെയാണ് നമുക്കൊരു A4 സൈസിന് വരുന്നത്. 30, പിന്നെ അതുപോലെ 35, ഓരോ ഷോപ്പിനനുസരിച്ച് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരും. അപ്പം ആ ഒരു പേപ്പറാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അതാവുമ്പോൾ കുറച്ചും കൂടെ നീറ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ സാധാരണ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രിൻറ്റഡ് ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ സ്ക്രാപ്പ് ബുക്കിനൊക്കെ യൂസ് ചെയ്യുന്നത്, അതും യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിംഗ് ബാഗൊക്കെ ഉണ്ടാവില്ലേ, കട്ടിയുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് ബാഗൊക്കെ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഏരിയയൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്തിട്ട് നല്ല വശം എടുക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും കുഴപ്പമില്ല, ബട്ട് കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം. കാർഡാകുമ്പോൾ കുറച്ച് കട്ടി വേണമല്ലോ. ഇനിയിപ്പോൾ അതും കിട്ടിയില്ലെങ്കിൽ പഴയ കാർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്കിതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു കാർഡിനെ സെൻറ്ററിലായിട്ടൊന്ന് ഫോൾഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്കോറിംഗ് ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നല്ലൊരു നീറ്റായിട്ടുള്ള ഫോൾഡ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ സാധാരണ ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ കൈ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുത്താലും മതി. അപ്പോൾ സെൻറ്ററിലായിട്ട് മടക്കി കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ജാറിൻ്റെ ഷേപ്പിലുള്ള ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ സ്റ്റിക്കർ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലുള്ള ജാറിൻ്റെ പിക്ചേഴ്സ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ജാറിൻ്റെ ഓപ്പണിംഗ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ബ്ലൈഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരു നീളത്തിലൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ഈ ഡ്രൈ ഫ്ലവർ വെച്ചിട്ട് വാഷി ടൈപ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ബാക്കിൽ ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്കിലായിട്ടാണ്, ഈ ജാറിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്കിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ജാറിൻ്റെ നെക്കിലായിട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ജൂട്ടിൻ്റെ ത്രെഡ് ആകുമ്പോൾ വിൻറ്റേജ് ആയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജൂട്ടിൻ്റെ യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ വിൻറ്റേജ് തീമിന് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് ജാറിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഫ്ലവർ ഡ്രൈ ചെയ്തെടുക്കുന്നത് നോർമലി നമ്മൾ ബുക്കിൽ വെച്ചിട്ട്, പ്രസ്ഡ് ഫ്ലവേഴ്സ് ആണെങ്കിൽ ബുക്കിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കാം. അതല്ല നോർമലായിട്ടുള്ള ഇതുപോലെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ, ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ബോട്ടിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അത് ഓൾറെഡി നമ്മൾ ആ ബോട്ടിൽ വെക്കുമ്പം ഒരു കോർണറിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ വെക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവർ അതുപോലെ തന്നെ ഇരുന്ന് ഉണങ്ങും. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെയാണ് ഇത് ഉണക്കിയെടുത്തിട്ടുള്ളത്. ബുക്കിൽ വെക്കുമ്പോൾ നമുക്ക് പ്രസ് ചെയ്ത പോലുള്ള ഫ്ലവേഴ്സാണ് കിട്ടുക. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഡബിൾ സൈഡ് ടാബ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കാർഡിന് ഒരു 3D ലുക്ക് കിട്ടും. നമുക്ക് നോർമലായിട്ട് പ്രിൻറ്റഡ് പേപ്പേഴ്സും ഒക്കെ ഒട്ടിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മളിതിങ്ങനെ ഡബിൾ സൈഡ് സ്റ്റാബ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 3D എഫക്റ്റ് നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്റ്റിക്കർ പ്രിൻറ്റ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു ജാറിലേക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാൻ സ്റ്റിക്ക് ചെയ്ത സമയത്ത് ജാറിൻ്റെ കുറച്ച് താഴെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ആ ബട്ടർഫ്ലൈനെ നീറ്റായിട്ട് കണ്ടോട്ടെ വിചാരിച്ചാൽ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് താഴേക്ക് നീക്കി. ബട്ട് ആ സമയത്ത് കോർണർ കാണുമ്പം എനിക്കൊരു ബ്ലാങ്ക് ആയിട്ട് തോന്നി. സോ ഞാൻ അവിടെ ലാസ്റ്റ് ഞാനൊരു ഹാർട്ട് ഷേപ്പ് ഒട്ടിച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ജാറിലൊരു ബട്ടർഫ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ ആ ബട്ടർഫ്ലൈനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കറാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കോർണറിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കുഞ്ഞൊരു ഹാർട്ട് ഷേപ്പ് ആ ജാറിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇന്നർ പോർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലായിട്ട് നമ്മൾ അവരുടെ ഒരു ഫോട്ടോ, കപ്പിൾസിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് അവർക്ക് എന്തെങ്കിലും മെസ്സേജസ് എഴുതാൻ വേണ്ടിയിട്ട്, ഇത് ഡാർക്കായിട്ടുള്ള പേപ്പറല്ലേ, സോ അതിൽ എഴുതിയാൽ കാണില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറും കൂടെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വാഷി ടാപ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോട്ടോൻ്റെ 2 സൈഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്ന ഈ ബ്രൗൺ പേപ്പർ നമ്മൾ പാക്കിംഗ് പേപ്പറായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഷോപ്പിംഗ് ബാഗിൻ്റെ പീസ് എടുത്താലും മതി. അത് നമ്മൾ ടിയർ ചെയ്തെടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കരുത്, അങ്ങനെ നീറ്റ് ഉണ്ടാവില്ല. നമ്മൾ വിൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ടിയർ ചെയ്ത പേപ്പർ കീറിയത് കറക്റ്റായിട്ട് വരണം, എന്നാലേ നമുക്കതൊരു ആ ഒരു ഫീൽ കിട്ടുള്ളൂ. സോ നമ്മളങ്ങനെ ടിയർ ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു വാഷി ടൈപ്സും കൂടെ
വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ആ ഒരു ഡിസൈനിനനുസരിച്ച് നമുക്ക് വാഷി ടൈപ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്